ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത വ്യാഖ്യാനത്തിലേക്ക് കടക്കുകയാണ്. ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപ്യന്മുഖ്യരാകാന്തതിഥി മണ്ഡല പൂജിത. ദേവേശി എല്ലാ ദേവന്മാരുടെയും അതീശ്വരിയായവള്, എല്ലാ ദേവന്മാരും ഈശ്വരിയായി സങ്കല്പിക്കുന്നവള് അല്ലെങ്കിൽ ഈശ്വരിയായി കൽപ്പിക്കുന്നവള്. ദണ്ഡനീതിസ്ഥ ദണ്ഡ്യന്മാരെ ദണ്ഡിപ്പിച്ച് ശാസനയിൽ നിർത്തുന്ന രാജനീതിയിൽ സ്ഥിതി ചെയ്യുന്നവള്. അതായത് എല്ലാവരെയും ചൊൽപ്പടിയിൽ നിർത്താനായിട്ട് സാധിക്കുന്നവള്. ദഹരാകാശരൂപിണി സൂക്ഷ്മമായ ആകാശത്തിൻ്റെ രൂപത്തിൽ ഹൃദയങ്ങളിൽ വസിക്കുന്നവള്. ദേവി സൂക്ഷ്മമായ ആകാശരൂപത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രതിപ്യന്മുഖ്യരാകാന്തതിഥി മണ്ഡല പൂജിത. പ്രതിപദം മുതൽ പൗർണമി വരെയുള്ള തിഥികളിൽ പൂജിക്കപ്പെടുന്നവളാണ്. കലാത്മിക കലാനാഥ കാവ്യാലാഭ വിനോദിനി സജാമര രമാവാണി സവ്യദക്ഷിണ സേവിത. കലാത്മിക 64 കലകളുടെയും രൂപത്തിൽ ഇരിക്കുന്നവൾ. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവരുടെ കലകളുടെ രൂപത്തിലുള്ളവൾ. കലാനാഥ എല്ലാ കലകളുടെയും നാഥയായിരിക്കുന്നവൾ. കാവ്യാലാഭ വിനോദിനി കാവ്യങ്ങൾ ആലപിച്ചുകൊണ്ട് വിനോദിക്കുന്നവൾ. അതായത് സങ്കീർത്തനങ്ങൾ ചൊല്ലിയും ഭജന ചൊല്ലിയും സദാസമയം ബ്രഹ്മമായ ആനന്ദത്തിൽ സ്വയം മതിമറന്ന് ഇരിക്കുന്നവൾ. സജാ മര രമാവാണി സവ്യദക്ഷിണ സേവിത. ഇനി വെഞ്ചാമരങ്ങൾ ധരിച്ച മഹാലക്ഷ്മിയാലും സരസ്വതിയാലും ഇടത്തും വലത്തുമായിട്ട് സേവിക്കപ്പെടുന്നവൾ. ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യവിഗ്രഹ. ആദിശക്തി, ആദിപരാശക്തിയായവൾ. അമ്മയേക്കാൾ അപ്പുറത്ത് ഒരു ശക്തിയില്ല. ആദി മൂലസ്ഥാനത്തിൽ ആദിയായിട്ട് പ്രപഞ്ചശക്തിയായിട്ട് ലോകമാതാവാണ് അവതരിച്ചത്. സർവപ്രപഞ്ചത്തിനും ഉൽപ്പത്തി സ്ഥാനമായവൾ. സർവപ്രപഞ്ചവും തന്നിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. അതായത് ദേവിയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അമേയ അളക്കാൻ കഴിയാത്ത മഹാത്മ്യത്തോടു കൂടിയവൾ. ദേവിയുടെ മഹാത്മ്യത്തെ, ദേവിയുടെ ശക്തിയെ, ദേവിയുടെ ചൈതന്യത്തെ നമുക്കൊരിക്കലും അളക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്രയധികം മഹാത്മ്യമുണ്ട്. അത്രയധികം കീർത്തനങ്ങൾ കൊണ്ടും ധ്യാനം കൊണ്ടും ഒക്കെ ദേവിയെ അറിയേണ്ടതുണ്ട്. ഒരിക്കലും നമുക്ക് ദേവിയെ നമ്മളുടെ ചെറിയ ബുദ്ധി കൊണ്ട്, ചെറിയ ശക്തി കൊണ്ട്, ചെറിയ മനസ്സുകൊണ്ട് ഒരിക്കലും നമുക്ക് ദേവിയെ അളക്കാനായിട്ട് സാധിക്കില്ല. ആത്മാ ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്നവൾ. ജീവാത്മാവും പരമാത്മാവും ഒരേ സമയമായിരിക്കുന്നവൾ. പരമാ ഏറ്റവും ഉത്കൃഷ്ടമായവൾ എന്നും, പര എന്ന് പറഞ്ഞാൽ ശിവനാണ്. മാ ലക്ഷ്മിയായവൾ എന്നും അർത്ഥമുണ്ട്. പാവനാകൃതി പരമപവിത്രയായിരിക്കുന്നവൾ, അല്ലേ, പരിശുദ്ധയായിരിക്കുന്നവൾ, വളരെ പരമമായ പവിത്രതയോട് കൂടിയിരിക്കുന്നവൾ. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി അന്തമില്ലാത്തത്രയും ബ്രഹ്മാണ്ഡങ്ങൾക്ക് ജന്മം നൽകിയവൾ. നമ്മൾ ഈ കാണായതൊന്നുമല്ല, ഇതിനപ്പുറത്ത് കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. ആ അനേക കോട ബ്രഹ്മാണ്ഡങ്ങൾക്കെല്ലാം അമ്മയായിട്ട് വർത്തിക്കുന്നവൾ, അമ്മയായിരിക്കുന്നവൾ. ദിവ്യവിഗ്രഹ ദിവ്യമായ ശരീരത്തോട് കൂടിയിരിക്കുന്നവൾ. ക്ലിങ്കാരി കേവലാഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി ത്രിദേശേശ്വരി. ക്ലിങ്കാരി കാമരാജബീജം എന്നറിയപ്പെടുന്ന ക്ലിം എന്ന ബീജാക്ഷരത്തിൻ്റെ കർത്തൃ ആയിരിക്കുന്നവൾ. കേവല തനിക്കു തുല്യമായി മറ്റാരുമില്ലാത്തവൾ. ദേവിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശക്തി, അതിനപ്പുറത്തൊന്നും തന്നെയില്ല. ഇനി ഏകാഗ്നിയായിരിക്കുന്നവൾ. ഗുഹ്യ പ്രത്യക്ഷമായി കാണപ്പെടാൻ സാധിക്കുന്നവൾ, കാണപ്പെടാൻ സാധിക്കാത്തവൾ, അത് പ്രത്യക്ഷമായി കാണാത്തവൾ. നമ്മൾ മനസ്സുകൊണ്ടാണ്, അല്ലെ ജപം കൊണ്ടാണ്, ധ്യാനം കൊണ്ടാണ്, ഉൾക്കണ്ണുകൊണ്ടാണ് അമ്മയെ നമ്മൾ
കാണേണ്ടത്, ബാഹ്യമായിട്ട് അല്ല. അതീവ രഹസ്യ സ്വരൂപിണിയായിട്ട് വർത്തിക്കുന്നവൾ. കൈവല്യ പദദായിനി, ഭക്തന്മാർക്ക് മോക്ഷമാകുന്ന പരമപദത്തെ നൽകുന്നവൾ. ജീവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരവസ്ഥയാണ് മോക്ഷം. അതായത് ഇനിയൊരിക്കലും നമുക്ക് ജന്മം വേണ്ട, ഈശ്വരനിലെ ആ ബ്രഹ്മാനന്ദം അനുഭവിച്ച് ആ ബ്രഹ്മാനന്ദ സുഖത്തിലങ്ങനെ ലയിച്ചു കഴിയാണ് ജീവന് വേണ്ടത്. ഇനിയൊരിക്കലും എന്ത് വേണ്ട, ജന്മം വേണ്ട എന്നുള്ളൊരവസ്ഥയെ നൽകുന്നവൾ. ത്രിപുര, ശിവഭഗ്നിയായ പാർവതിയായിരിക്കുന്നവൾ എന്നും ത്രിമൂർത്തികളുടെയും പുരാതനിയായവൾ എന്നും, ത്രിമൂർത്തികൾക്ക് മുമ്പ് ദേവി അവതരിച്ചിട്ടുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം എന്നീ പുരങ്ങളിൽ വസിക്കുന്നവൾ എന്നും ഇവിടെ ത്രിപുര എന്ന മന്ത്രത്തിന് അർത്ഥമുണ്ട്. ത്രിജഗത് വന്ധ്യ, 3 ലോകത്തിലുള്ളവരാലും വന്ദിക്കപ്പെടുന്നവൾ. സർവരാലും 3 ലോകത്തിലുള്ള ആളുകളും ദേവന്മാരും അസുരന്മാരും എന്നു വേണ്ട സർവരും ദേവിയെ വന്ദിക്കുന്നു. ത്രിമൂർത്തി, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ രൂപത്തിൽ വസിക്കുന്നവൾ. അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ, ബ്രഹ്മാവായും ശിവനാം വിഷ്ണു മഹേശ്വരനും 3 മൂർത്തികളും ഒന്നായി വിളങ്ങുന്നത് ദേവി തന്നെയാണ്. അഥവാ ദേവി തന്നെയാണ് ഈ 3 രൂപത്തിലും വർത്തിക്കുന്നത്. വാമ, ജ്യേഷ്ഠ, രൗദ്രി രൂപി എന്നീ രൂപങ്ങളിൽ വസിക്കുന്നവൾ. ത്രിദേശേശ്വരി, ദേവന്മാരുടെ അതീശ്വരിയായവൾ. ജഗൽ സ്വപ്ന സുഷുപ്തികളുടെ സ്വാമിനിയായിട്ട് വർത്തിക്കുന്നവൾ. തക്ഷാരി, ദിവ്യഗന്ധാന്ത്യ, സിന്ദൂരതിലകാഞ്ചിത, ഉമാ ശൈലേന്ദ്രതനയ, ഗൗരി ഗന്ധർവസേവിത. തക്ഷരി, 3 ഭാഗങ്ങളായുള്ള അക്ഷരസമൂഹങ്ങൾ ചേർന്ന ശ്രീവിദ്യാമന്ത്രമായിരിക്കുന്നവൾ. മന്ത്രങ്ങളിൽ ഏറ്റവും വലിയ മന്ത്രമാണ് ശ്രീവിദ്യാമന്ത്രം. ആ ശ്രീവിദ്യാമന്ത്രമായിരിക്കുന്നവൾ. ഇനി വാഗ്ബീജം, കാമബീജം, ശക്തിബീജം എന്നിവയുടെ സമാഹാരയായിരിക്കുന്നവൾ. ദിവ്യഗന്ധാഢ്യ, ദിവ്യമായ ഗന്ധത്തോടു കൂടിയിരിക്കുന്നവൾ. പരമമായ ഗന്ധത്തിൽ, പ്രേമത്തോടുകൂടി ഗന്ധത്തോടു കൂടിയിരിക്കുന്നവൾ. ഹരിചന്ദനാദി പരിമളങ്ങളാലെ പരിപൂർണയായവൾ. സദാസമയം ദേവി എന്താണ്? പരിപൂർണയാണ്. ഗന്ധം ഉണ്ട് ദേവിക്ക്, നല്ല സുഗന്ധമായ ഗന്ധമായിരിക്കുന്നവൾ. സിന്ദൂര തിലകാഞ്ചിത, സിന്ദൂരക്കുറിയാൽ ശോഭിക്കുന്നവൾ. ദേവിയുടെ നെറ്റിത്തടത്തിൽ സിന്ദൂര കുറിയുണ്ട്. ആ സിന്ദൂര തിലകത്താൽ ശോഭിക്കുന്നവൾ. സിന്ദൂര തിലകം എന്ന് പറയുമ്പോൾ ഇവിടെ ആന എന്നൊരു അർത്ഥം കൂടിയുന്നു. ഉമാ, ശ്രീ പാർവതിയുടെ രൂപത്തിലുള്ളവൾ. ഉമ എന്ന് പറഞ്ഞാൽ ശ്രീ പാർവതിയാണ്, ശ്രീ പാർവതിയുടെ രൂപത്തിലുള്ളവൾ. ശൈലേന്ദ്രതനയ, പർവ്വതരാജാവായ ഹിമവാന്റെ ഹിമവൽ പുത്രിയായിട്ട് ഇരിക്കുന്നവൾ. ഗൗരി, ഗൗര നിറത്തോടുകൂടിയവൾ. ഗന്ധർവസേവിത, സംഗീതത്തിൽ പ്രഗത്ഭരായ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ.